ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പം നിൽക്കുന്നത് പയ്യന്നൂർ കണ്ണൂർ ഭാഗത്ത് ഉള്ള റൂട്ടിലാണ്. ഏഴിലോട് ഭാഗത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം വാഹനങ്ങൾ, ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് കാണാം. അതുപോലെ ആ വരിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ഈ മെയിൻ ഹൈവേ, അതായത് സ്പീഡ് ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങളെയും കാണാം. അതായത് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നേരം മുമ്പേ ഇങ്ങനെ കണ്ടു കാണും, ഈ തൊട്ടപ്പുറത്തേക്ക് സർവീസ് റോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം മെയിൻ റോഡിലെ കൂടെ വരുന്ന വാഹനങ്ങൾ നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത് വേറൊരു കാര്യം ആണ്. നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കൃത്യമായിട്ട് കാണാം. അതായത് ഈ മെയിൻ ഹൈവേ, ഈ മെയിൻ റോഡ്, ഹൈ സ്പീഡ് ഈ ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്കൂടെ കയറുന്ന വാഹനങ്ങളെ ശരിയായ വിധം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇത് രണ്ട് കൂട്ടരുടെയും മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു അപായ സാധ്യത ഇവിടെയുണ്ട്. പലതവണ ഈ ഭാഗത്തുകൂടെ വാഹനം എടുത്തു പോയ ഒരാളെന്നുള്ള രീതിയിൽ, അതായത് സ്കൂട്ടറിനേക്കാളും ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് 4 വീലർ എടുക്കുമ്പോഴാണ്. കാരണം 4 വീലർ എടുക്കുമ്പോൾ ഒരിക്കലും ഒരു സൈഡിൽ, ഒരു കോർണറിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഹൈ സ്പീഡ് ട്രാക്കിൽ നിന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക്, അതായത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ ശരിയായ വിധം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. എനിക്ക് എത്രയോ പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൂട്ടറാകുമ്പോൾ പിന്നെയും നമുക്ക് തലതിരിച്ചെങ്കിലും നോക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ കാറാകുമ്പം അതിനുള്ള ഒരു അവസരം സത്യം പറഞ്ഞാലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ സത്യത്തിൽ ഈ ഭാഗത്തൊരു മിററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഭാഗത്ത്, അതായത് ഞാൻ ഏകദേശം കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു മിറർ ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മിറർ, ഒരു ചെറിയൊരു റിഫ്ലക്റ്റിംഗ് ഒരു മിററെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ധാരാളം വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരു അപായ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ശരിക്ക് ഒരു വാണിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നിങ്ങൾ വിഷ്വൽ കണ്ടിട്ടുണ്ടാവും, കണ്ടോ? അപകടം സംഭവിക്കുന്നു എന്നല്ല, അപകട സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു അപകടം സംഭവിച്ചിട്ട് നമ്മൾ പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. താങ്ക് യു.